ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. വേനലിൻ്റെ കൊടും ചൂടിൽ വെന്തുരുകുന്ന സാഹചര്യങ്ങൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ ആവർത്തനമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. കാലാവസ്ഥയിൽ അതിരൂക്ഷമായ താങ്ങാനാവാത്ത മാറ്റങ്ങൾ സംഭവിച്ചത് പരിശുദ്ധമായ ഖുർആൻ കൃത്യമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഒരു മഴയ്ക്ക് വേണ്ടി ആ സമൂഹം കാത്തിരുന്നത് 40 കൊല്ലമാണെന്ന് ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നതായി കാണാം. നാം ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഇന്നത്തെ ചുറ്റുപാടിനെ കുറിച്ചുള്ള ആധുനിക സയൻസിൻ്റെയും ചരിത്രത്തിൻ്റെയും പഠനമനുസരിച്ച് 150 മുതൽ 200 വർഷം കൊണ്ട് ഈ പ്രകൃതിയിലെ കാലാവസ്ഥയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ അതിവേഗത്തിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ചില ജീവികൾക്ക് ഭൂമി പറ്റാത്ത നിലയിൽ ആ ജീവികൾ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രളയം വന്നപ്പോൾ വീട് വിട്ടുപോയ ആളുകൾ, വരൾച്ച, വേനൽ ശക്തമായപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി നാട് വിട്ടുപോകുന്നു. ഈ രീതിയിൽ വൈപരീത്യമായ കാര്യങ്ങൾ പലതും നമ്മൾ കാണാണ്. മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന അവസ്ഥയും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് ചേക്കേറുന്ന ഒരു സമയം ഖിയാമത്തിന്റെ ഒരു പ്രധാന അടയാളമായി പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷിമൃഗാദികളും വെയിലേറ്റ് വാടുന്നു, തളരുന്നു, തകരുന്നു എന്നവസ്ഥ. സൂര്യാഘാതം, വെയിൽ കൊണ്ടതിന്റെ പേരിൽ മനുഷ്യൻ മരിക്കുന്ന ഒരവസ്ഥ എന്നത് നാം ഒന്ന് ആലോചിച്ച് നോക്കണേ. സൂര്യാഘാതം രൂക്ഷമാണ്. ഓസോൺ പാളികൾക്ക് താങ്ങാൻ കഴിയാത്ത വിധം അതിൻ്റെ സുഷിരങ്ങളിലൂടെ മാരകമായ രശ്മികൾ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന പഠനമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ചില റിപ്പോർട്ടുകൾ ഗൂഗിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യരിൽ മാത്രമല്ല, മറ്റ് ജീവജാലങ്ങളിലും ഈ ശക്തമായ വെയില് വലിയ ആഘാതങ്ങൾ സൃഷ്ടിച്ചു. എന്തുകൊണ്ട്? സൂര്യനിലെ മാരക രശ്മി, അൾട്രാവയലറ്റ് അടക്കമുള്ളത് 12 യൂണിറ്റ് കൂടുതൽ ഇപ്പോൾ മനുഷ്യവാസ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പഠനം. അത്രത്തോളം ഈ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ ദേവാലയങ്ങളിലും പ്രാർത്ഥനകൾ വേണമെന്നും പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നവർ സർക്കാർ തലത്തിലും അല്ലാതെയും നമ്മെ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുക. വെയിൽ തെളിഞ്ഞതിന്റെ പേരിൽ സ്കൂൾ കലാലയങ്ങൾക്കും മദ്രസകൾക്കും അവധി പോലും പ്രഖ്യാപിച്ച ഒരു സാഹചര്യം എന്നെ കേൾക്കുന്ന എന്നെക്കാൾ പ്രായമുള്ള ഉപ്പമാർക്ക് ഒരു അത്ഭുതമായിരിക്കും കുറിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ മുന്നിൽ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളോട് വൈപരീത്യം പുലർത്തുന്ന പലതിനെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നാം കാണുന്ന ഈ പശ്ചാത്തലത്തിലെ ഈ പുതിയ അനുഭവങ്ങളിലെ പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും എങ്ങനെയാവണം എന്നതിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൃത്യമായ അധ്യാപനങ്ങളുണ്ട്. സർക്കാർ തലത്തിലുള്ള നിർദ്ദേശങ്ങളും ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങളും നട്ടുച്ച നേരത്ത് വെയിൽ കൊള്ളാതെ പരമാവധി സൂക്ഷിക്കണമെന്ന് പറയുന്നിടത്ത് അതിനെ അവഗണിക്കാവതല്ല. അത് റസൂലിന്റെ അധ്യാപനമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അകാരണമായി വെയിൽ കൊള്ളുന്നത് തടഞ്ഞിട്ടുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൈനാ അൻ-നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇദൻ ഹുവ ബിറജുലിൻ ഖായിം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്തുണ്ട് സദസ്സിന്റെ മുന്നിൽ ഒരാൾ വെറുതെ ഒരു കാരണവുമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാണ്. എന്നാൽ ഹബീബായ നബി തങ്ങൾ ആ പ്രഭാഷണത്തിന്റെ വാക്കുകൾ ഇടയ്ക്കൊന്ന് നിർത്തിവെച്ചിട്ട് സദസ്സിനോട് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ആ സഹോദരൻ എഴുന്നേറ്റ് നിൽക്കുന്നത്? ഫഖാലു, സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, നബിയെ, അബൂ ഇസ്രായീൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, നദറ അൻ യഖൂമ വലാ യഖഉദ്, അദ്ദേഹം നേർച്ചയാക്കിയിട്ട് വന്നിരിക്കുക, ഒരിക്കലും ഇനി ഇരിക്കൂല എന്ന്, ഒരിക്കലും അദ്ദേഹം ഇരിക്കൂല എന്ന് നേർച്ചയാക്കിയിട്ട് വന്നിരിക്കുക. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി നേർച്ചയാക്കിയിട്ടുണ്ട്, വലാ യസ്തദില്ല, ഒരിക്കലും തണല് കൊള്ളൂല, വെയിലുണ്ട് വെയിലേ കൊള്ളൂ, തണല് കൊള്ളൂല, തണല് അനുഭവിക്കൂല എന്ന് അദ്ദേഹം ശപഥം ചെയ്തിട്ടുണ്ട്, നേർച്ചയാക്കിയിട്ടുണ്ട് നബിയെ. അതുപോലെ അദ്ദേഹം വേറെയും നേർച്ചയാക്കിയിട്ടുണ്ട് ഒരു കാര്യം. ഞങ്ങളിത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നേർച്ചയാണ്, അദ്ദേഹം ഒരാളോട് മിണ്ടൂല. മൂപ്പരുടെ നേർച്ച അങ്ങനെയാണ്. ഒരു സ്വഹാബിയാണ്, അബദ്ധങ്ങളെ തിരുത്തി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് ഇരിക്കാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ വല്ലസ്തദില്ല, അദ്ദേഹം തണല് കൊണ്ട് നടക്കട്ടെ, അകാരണമായി. കാരണവന്മാർ പറയില്ല, എന്തിനാ മോനെ ഈ വെയിലുള്ളതെന്ന് ചോദിക്കുന്നില്ലേ? അതിനൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. തണല് കൊള്ളണം എന്ന് പരിശുദ്ധ റസൂൽ. എവിടെയാ തണല് കൊള്ളാനുള്ളത്? ഒക്കെ വെട്ടി നിരത്തിയില്ലേ. പിന്നെ ഉള്ളതോ ഈ അലൂമിനിയ തകരവും ഇരുമ്പിന്റെ തകരവും വെച്ചിട്ടുള്ള എത്രയോ ഡിഗ്രി സെൽഷ്യസിൽ പഴുത്തു നിൽക്കുന്ന, ദോശക്കല്ല് പോലെ പഴുത്തു നിൽക്കുന്ന ഷീറ്റുകളൊക്കെ വിരിച്ച് നമ്മൾ തണൽ അങ്ങനെ സംവിധാനിച്ചു. ഈ അറ്റ്മോസ്ഫിയറിലെ കാർബണിനെ വലിച്ചെടുക്കുന്ന തണലുകൾ അള്ളാഹു ഇവിടെ വെച്ചിട്ടുണ്ട്. ആ തണല് വൃക്ഷങ്ങളാണ്. സൂറത്തുൻ നജ്മിന്റെ ആയത്തുകളാണ്. സൂറത്തുൻ നജ്മിന്റെ ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ സിദ്റത്തുൽ മുന്തഹ എന്ന മനോഹരമായ ഒരു വൃക്ഷത്തെ അള്ളാഹു അവതരിപ്പിക്കുന്ന ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം മുഹമ്മദ് ബിൻ മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി കൃത്യമായി തന്നെ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ ഉപകാരമുള്ള ഒരു വൃക്ഷത്തെ അകാരണമായി മുറിക്കുന്നവനെ തലകീഴായ നരകത്തിലേക്ക് വലിച്ചെറിയ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരം ഒരു വരമാണ്, മരം ഒരു വരമാണ്. ഉപകാരമുള്ള വൃക്ഷത്തെ ഒരു കാരണവുമില്ലാതെ ഒരാൾ മുറിച്ചാൽ അവൻ നരകത്തിൽ പോകുന്നല്ല പറഞ്ഞത്. സാധാരണ പോകുന്ന പോലെയുമല്ല അവൻ പോവാ, അവനെ തല കീഴായ നരകത്തിലേക്ക് ഇടാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നുറക്കെ സ്വലാത്ത് ചൊല്ലു സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ അറ്റ്മോസ്ഫിയറിലെ താപത്തെ വലിച്ചെടുക്കാൻ അല്ലാഹ് സംവിധാനിച്ച സംവിധാനങ്ങൾ ഖിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഭൂമിയുടെ ഓരോ ഭാഗങ്ങൾ, ഉയർന്ന ഭാഗങ്ങൾ നിരന്ന് വരുന്നു. അതുപോലെ തന്നെ ശാന്തമായി ഒഴുകിയ നദികൾ വലിയ പ്രക്ഷോഭ രൂപത്തിൽ കുത്തിയൊലിച്ച് പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഉറപ്പിച്ചു, അതാ ഖിയാമത്ത് നാൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു ദൃക്സാക്ഷിയാവാൻ നമ്മുടെ ആയുസ്സിന്റെ അറ്റത്തിലാണ് ഒരു സാഹചര്യമെങ്കിൽ, നിന്റെ കയ്യിൽ ഒടിച്ചു കുത്തിയാൽ പൊടിച്ചു വരുന്ന ചെടിത്തണ്ടുണ്ടെങ്കിൽ ഖിയാമത്ത് സംഭവിക്കട്ടെ, നീ അത് ഒടിച്ചു കുത്തണം, പൊടിച്ചു വരട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അറ്റ്മോസ്ഫിയറിന്റെ താപത്തെ വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ, കാർബൺ ഇങ്ങനെ തിങ്ങി നിൽക്കാം. കാർബൺ മാത്രമല്ല, ഹരിതഗേഹവാതകങ്ങളുടെ സാന്നിധ്യം ഈ ഭൂമിയിൽ കൂടുതലാണ്. മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും 26 ഇരട്ടി ചൂട് കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും അറ്റ്മോസ്ഫിയറിൽ ജനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു മൂലകമാണ്, വാതകമാണ് മീഥെയിൻ. എങ്ങനെയാ മീഥെയിന്റെ ഉൽപാദനം ഭൂമിയിൽ വർദ്ധിക്കുന്നത്? ഒരു വീടിന്റെ പരിസരത്തെ പാഴ്ഭക്ഷണങ്ങൾ കൊണ്ട്. പാഴ്ഭക്ഷണങ്ങളിൽ നിന്നും പുറത്തേക്ക് നിർഗളിക്കുന്നത് മീഥെയിനാണ്. കാർബണിനേക്കാളും 26 ഇരട്ടി ശക്തിയിൽ നമ്മുടെ പരിസരത്ത് ചൂട് ജനിപ്പിക്കാൻ ആ മൂലകത്തിന്, വാതകത്തിന് കഴിയുന്നു. നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു കല്യാണം നടത്തിയതിന്റെ പേരിൽ എത്ര ഭക്ഷണ വേസ്റ്റ് ആക്കുന്നത്?
നമ്മളുടെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ ചൂട് വർദ്ധിക്കാണ്. എല്ലാ തരത്തിലുള്ള കാരണങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഓരോന്നെടുത്ത് പറയുമ്പോൾ അത് വ്യക്തിപരമായി പലരെയും ബാധിക്കും. എനിക്കും അത് ചിലപ്പോൾ അബദ്ധം എന്ന് തോന്നിയത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. മണ്ണിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പണ്ടൊക്കെ ഓടിട്ട വീടുകൾ, ഓട് മണ്ണാണല്ലോ, മണ്ണിങ്ങനെ ചൂട് വലിച്ചെടുത്താൽ എത്രയും പെട്ടെന്ന് ചൂടിനെ ദഹിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവം മണ്ണിനുണ്ട്. മണ്ണ് അള്ളാന്റെ അനുഗ്രഹമല്ലേ, മണ്ണ് അനുഗ്രഹീതമല്ലേ, മണ്ണ് ബറക്കത്തല്ലേ. മണ്ണ് കയ്യിലുള്ളവൻ കൃഷി ചെയ്യണമെന്ന് പരിശുദ്ധ റസൂൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. പറമ്പുള്ളവൻ കൃഷി ചെയ്യണം എന്നുള്ളതാ, ചെയ്യാതിരുന്നാൽ ചെയ്യുവാൻ കൊടുക്കേണ്ടതാ. ഇതുപോലെ ജാബിറിനാൽ ഹദീസിൽ വന്നതാ. അതുമാത്രമല്ല ബുഖാരി മുസ്ലിമിലുള്ളതാ. അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി ഖാല നബിയോ ഖാല റസൂലുള്ളാഹി മൻ കാനത് ലഹു അർദുൻ ഫൽയസ്റഅഹാ. ആർക്കെങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവൻ അതിൽ കൃഷി ചെയ്യട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഓട് മേഞ്ഞ വീടുകൾക്ക് ചൂട് കുറഞ്ഞതെന്താ? അത് മണ്ണ, അത് ദഹിപ്പിച്ചു ചൂടിനെ. എത്ര വലിയ ചൂടായി ശരീരത്തിലുള്ളത്! 37 ഡിഗ്രി ഇങ്ങനെ നിലനിന്ന് പോണം. അതിനെ നിയന്ത്രിക്കാൻ ഹൈപ്പോതലാമസ് ഗ്രന്ഥികൾ അടക്കമുള്ള രക്തത്തിന്റെ ക്രമാനുസൃതമായ സംക്രമണങ്ങൾ അടക്കമുള്ള പല സംവിധാനങ്ങളും ഈ ശരീരത്തിൽ ഉണ്ടായിട്ടും ഈ ചൂടിനെ ദഹിപ്പിക്കുന്നത് ഈ ശരീരം. എന്തുകൊണ്ട്? ഇതും മണ്ണാണ്. ഈ ശരീരം കുല്ലുക്കും മിൻ ആദം വആദമു മിൻ തുറാബ്. നിങ്ങൾ ആദമിൻ്റെതാ, ആദം മണ്ണിൻ്റെതാ. നബിയുനാ റസൂലുള്ളാഹി. ശരീരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചൂട് ഞങ്ങൾ ദഹിപ്പിച്ചു കളയും. അതുകൊണ്ട് ചൂടിനെ ദഹിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ മുന്നിലില്ല. അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം, അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. നമ്മളുണ്ട് നട്ടുച്ച നേരത്തുള്ള ഒരു കുളി. ഇസ്ലാം ആ കുളിയിൽ വലിയ പ്രോത്സാഹനം കൊടുത്തിട്ടില്ല. എന്നാൽ ചൂടുള്ളതിന്റെ പേരിൽ കുളിക്കാമോ? അത് അനുവദനീയമാണ്. നട്ടുച്ച നേരത്തെ കുളിയെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ചില ഹദീസിന്റെ റിവായത്തുകളിൽ അതിനെ നിരോധിച്ചതായൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ചിന്തിച്ചോളൂ, ചൂടിന്റെ പേരിൽ കുളിച്ചോ? അങ്ങനെ ഒരു കുളിയുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ചില സന്ദർഭങ്ങളിൽ സുജൂദ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു മുസല്ലയെ അവർ കരുതുമായിരുന്നു യാത്രയിൽ. ഇമാം അബൂ ദാവൂദിന്റെ സുനൻ അടക്കമുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, അഊനുൽ മഅ്ബൂദ് അടക്കമുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ സ്വഹാബികൾ ചൂടിനെ പ്രതിരോധിച്ച രീതികൾ പറയുന്നുണ്ട്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം ഇമാം ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടു. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ആർജി ഫിൽ ഹർരി വഹുവ സായിമുൻ. അല്ലാഹുവിന്റെ ഹബീബ് വഹുവ അലാ റഅസിഹി വഹുവ അലാ റഅസിഹിൽ വഹുവ സായിമുൻ അലാ റഅസിഹിൽ മാ. പുണ്യ നബിയുടെ ശിരസിൽ നല്ല ചൂട് കൂടിയ നേരത്ത് ചൂട് പ്രതിരോധിക്കാൻ ചില സന്ദർഭത്തിൽ തലയിൽ വെള്ളമൊഴിച്ചു മുഹമ്മദ് നബി. അന്നൊരു നോമ്പും കൂടിയായിരുന്നു. കൃത്യമായ കർമ്മശാസ്ത്രത്തിന്റെ ഒരു വിശകലനം ഈ ഹദീസിനെ ഒരു ശീർഷകമാക്കി അതിന്റെ താഴെ കൊടുക്കുന്നുണ്ട്. നോമ്പുകാരന്റെ ശിരസിൽ വെള്ളമൊഴിക്കുന്നതിന്റെ സൂക്ഷ്മതയും അതുപോലെ തന്നെ അതിന്റെ ജവാസിനെ ബയാൻ ചെയ്യാൻ മുഹമ്മദ് നബി അത് സൂക്ഷിച്ചു ചെയ്താൽ അനുവദനീയമെന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാന മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഇതിന്റെ താഴെ ചേർക്കുന്നുണ്ട്. അൻ റജുലിൻ മിനസ് സ്വഹാബ ഖാല റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ അർജി ഫിൽ ഹർരി വഹുവ അലാ റഅസിഹിൽ മാ വഹുവ സായിമുൻ മിനൽ അത്ശി വമിനൽ ഹർ. ചൂടും അതുപോലെ തന്നെ ക്ഷീണവും ഒക്കെ വന്നപ്പോ നോമ്പുകാരനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ചുരിഞ്ഞിട്ടുണ്ടത്രേ ചൂടിനെ പ്രതിരോധിക്കാൻ. നല്ല വയർത്തിരിക്കുന്ന നേരത്ത് വെള്ളമൊഴിച്ചാൽ ഒരു പക്ഷേ നീർക്കിട്ട് വരാം. ചൂടിനെ പ്രതിരോധിക്കാനുള്ള വഴികളെ നമ്മൾ സ്വീകരിക്കണം. അത് സർക്കാർ തലത്തിലും ആരോഗ്യതലത്തിലും മഹാന്മാരായ പണ്ഡിതന്മാർ പോലും മദ്രസയ്ക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അത്രത്തോളം അതിനെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റും.
ഉൾക്കൊണ്ടേ പറ്റൂ. ചൂടിനെ പ്രതിരോധിക്കുന്ന രീതികൾ അള്ളാഹുവിന്റെ ദീനിൽ നേരത്തെ മുതലുള്ളതാണ്. മഴ ആഗ്രഹിക്കണമെന്നാണ്, മഴ ബറക്കത്താണ്. മഴയെ ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ച് ചോദിക്കേണ്ട കാര്യമാണ് മഴ ആഗ്രഹിച്ച് ചോദിക്കണം. ഹബീബിന്റെ ദുആ, അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ്, പടച്ചോനെ നല്ല മഴ വേണം. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മരീഅൻ ഗദഖൻ മുസല്ലലൻ നാഫിഅൻ ഗൈറ ഉപകാരമുള്ള മഴ കൊതിച്ചു ചോദിക്കണം, ആഗ്രഹിക്കണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഴ ലഭിക്കുന്നതിൽ ഒരാശങ്കയില്ലായിരുന്നു. ആകെ തെറ്റി ലഭിക്കുന്ന മഴയുടെ 75 മുതൽ 80% വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ അപേക്ഷിച്ചായിരുന്നു. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ചില ന്യൂനമർദ്ദങ്ങൾ ഇങ്ങനെ കയറി വരും. എല്ലാം ഓർഡർ തെറ്റി. എന്നിട്ട് വന്നിട്ട് അപ്രതീക്ഷിത നേരത്ത് കൃഷികൾക്ക് പോലും വലിയ നഷ്ടങ്ങൾ വരുന്ന, വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന വമ്പൻ പേമാരികൾ ഉണ്ടായിട്ട് പോകും. ചിലപ്പോൾ ഒരു പക്ഷെ അതൊരു പ്രളയവുമായി മാറും. ഒക്ടോബർ നവംബർ മാസത്തിലെ തുലാവർഷം കേരളത്തിന്റെ ഒരു വലിയ സമ്പത്തായിരുന്നു. ഇന്നെല്ലാ കാലാവസ്ഥാ രീതികളും മാറി. ഒരു വർഷത്തിൽ ഏകദേശം 110 മുതൽ 150 ദിവസങ്ങൾ നമ്മുടെ കേരളത്തിന്റെ ചുറ്റുപാടനുസരിച്ച് മഴ കിട്ടിയിരിക്കണമെന്നാണ്. ചൂട് വർദ്ധിക്കുമ്പോ, ഈ അറ്റ്മോസ്ഫിയറിലെ ചൂട് വർദ്ധിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നുണ്ട്. ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുകട്ട അള്ളാഹുവിന്റെ ഒരു സംരക്ഷണമാണിത്. അതെങ്ങാനും ഉരുകിപ്പോയാൽ കേരളം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിലാകും. അത്രയും വലിയ ഒരു മഞ്ഞ് മലയുടെ വലിയ ഒരു സമ്പത്ത് ധ്രുവപ്രദേശങ്ങളിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. ചൂട് കൂടുമ്പോ എന്തെല്ലാം ആലോചിക്കാനുണ്ടെന്ന്. ചൂട് അള്ളാഹനെ കണ്ടെത്താനുള്ളൊരു വഴിയല്ലേ. അള്ളാഹുവിന്റെ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ശംസ്. ചൂടല്ല ആലോചിക്കണ്ടേ. പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വശംസി വദുഹാഹാ. സൂര്യനും അത് ഉതിർത്ത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയ സൂര്യനിൽ നിന്നും പെയ്തിറങ്ങിയ കിരണങ്ങൾ, വെയിൽ അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചു. ചുറ്റുപാടുകളിൽ അള്ളാഹനെ കണ്ടെത്താനുള്ള ഓരോ കാര്യകാരണങ്ങളെ തേടുന്നിടത്ത് ഈ ചൂട് മതിൽപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടുകളിലെ മരങ്ങളെ മുറിച്ചു കളഞ്ഞത് ഈ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കാൻ നമ്മുടെ പരിഷ്കാരങ്ങൾ ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ എത്തിച്ചു. ഭൂമിയിൽ മരങ്ങളില്ലെങ്കിൽ കാർബൺ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കല്ലേ മരങ്ങൾ. കാർബണിന്റെ സാന്നിധ്യം കുറയ്ക്കാണ്. മരങ്ങൾ നശിക്കുമ്പോൾ കാർബണിന്റെ സാന്നിധ്യം കൂടാണ്. ഒന്നാലോചിച്ച് നോക്കണം. ഈ മരങ്ങൾ ഇല്ലാത്ത അവസ്ഥയിൽ കാർബണിന്റെ സാന്നിധ്യം കൂടുന്നതോടൊപ്പം ഭൂമിയുടെ ജലസംഭരണ ശേഷി ഇല്ലാതെ പോകുന്നു. അങ്ങനെയുമുണ്ട്. ഒരു വലിയ പഠനമുണ്ടല്ലോ, നമ്മുടെ കേരളത്തിൽ ലഭിക്കേണ്ട പോലെ മഴ ലഭിക്കുന്നില്ല. ഇനി ലഭിച്ചാൽ തന്നെയും ലഭിച്ച മഴയെ സംഭരിച്ചു വെക്കാനുള്ള ശേഷി മണ്ണിനില്ല. എന്നൊരു വീട് പണിയണമെങ്കിൽ മഴവെള്ള സംഭരണി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പണ്ടങ്ങനെ ഉണ്ടായോ? പല വഴികളിൽ നമ്മൾ ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് കുടിക്കാൻ കിട്ടുന്ന ഈ വെള്ളം ഉണ്ടല്ലോ, എത്ര വലിയ അനർഘമായ ഭാഗ്യമാണിത്. അതിനെ സംഭരിച്ച് വെക്കല് ഈ ഭൂമിയുടെ ഒരു സിസ്റ്റമാണ്. അതിന് വൃക്ഷങ്ങളുടെ സാന്നിധ്യം. 1 ഹെക്ടർ വനം ഉണ്ടെങ്കിൽ 50 ലക്ഷം ലിറ്റർ വെള്ളത്തെ സംഭരിച്ചു വെക്കാൻ ഭൂമി അത് പ്രാപ്തമാക്കുകയാണ്. വെള്ളത്തെ സംരക്ഷിച്ചു വെക്കാൻ എങ്ങനെയാണ് ഇവിടെ മഴവെള്ളത്തെ സ്റ്റോർ ചെയ്യാം? അള്ളാഹുവിന്റെ ഖുർആൻ മനോഹരമായി തന്നെ പറഞ്ഞു. ചിന്തിച്ചിട്ടുണ്ടോ ജീവിച്ചു പോകുന്നത് എങ്ങനെയാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫലയൻദുറിൽ ഇൻസാനു ഇലാ തുഅമി. മനുഷ്യ, നീ തിന്നുന്നത് എവിടെന്നാ കിട്ടുന്നത്? അത് ഉസ്താദേ, അത് ആന്ധ്രയിൽ നിന്ന് നെല്ല് വരുന്നുണ്ട് കേരളത്തിലേക്ക്. അങ്ങനെ
ഇന്ത്യ കേരളത്തിൽ ഇല്ല. അത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാണ്. മനുഷ്യ, നിന്റെ ഭക്ഷണത്തെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാ ഈ ഭൂമിയിൽ ഭക്ഷണം വന്നത്? അതിന്റെ ബാക്കി ഓതുന്നതിന് മുമ്പ് രസകരമായ മറ്റൊരായത്ത് പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആയത്തുൽ ലകുമുൽ അർദുൽ മൈതതു വഹയൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബൻ ഫമിൻഹു യഅകുലൂൻ. എവിടെയുള്ള ഈ ആയത്ത്? ഒന്ന് കേറിയിരിക്കുക. സഫ് കൃത്യമായിട്ട് കേറിയിരിക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ പറഞ്ഞത്. എവിടെ ഇപ്പൊ ഈ ആയത്ത് ഓതിയത്? ഏത് സൂറത്തിലുള്ളത്? വആയത്തുൽ ലഹുമുൽ അർദുൽ മൈതതു. എവിടെയാ ഉള്ളത്? സൂറത്ത് യാസീൻ. സൂറത്ത് യാസീൻ. അല്ലാഹുവിനെ കണ്ടെത്താനുള്ള തെളിവ് പറഞ്ഞു ഖുർആൻ. വആയത്തുൻ, ദൃഷ്ടാന്തോ അങ്ങനൊന്നുണ്ടോ? അലക്കിത്തച്ച മലയാളത്തിനപ്പുറം ഒന്നങ്ങടെ അഴിച്ചു പറയട്ടെ. ദൃഷ്ടാന്തം, അള്ളാഹുവിനെ കണ്ടെത്താനുള്ള തെളിവ്. അൽ അർദുൽ മൈതതു, ഉണങ്ങിക്കിടന്ന ഒരു മണ്ണിലേക്ക് അള്ളാഹു അതിന് ജീവൻ നൽകി. അഹ്യൈനാഹാ വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ. കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തെ ഭൂമിയിൽ നിന്നും അള്ളാഹു ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് ഭൂമിയെ അള്ളാഹു ബറക്കത്തിലാക്കിയതെന്ന് ഖുർആൻ. അഹ്യൈനാഹ, ബറക്കത്തിലാക്കി. ഈ ഭൂമിയിൽ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിന്റെ ഉൽപാദനമാ ഭൂമിയുടെ ബറക്കത്ത്. മഹാനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ അൻ കഅബിൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കാം, ഭൂമിയിലെ ബറക്കത്ത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണത്തിന്റെ ഉൽപാദനമാണെന്ന് സൂറത്ത് യാസീൻ. ഭൂമിയിലേക്ക് അല്ലാഹു 99 ബറക്കത്തിനെ ഇറക്കി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഭൂമിയിലേക്ക് അല്ലാഹു 99 ബറക്കത്ത് ഇറക്കി. അതിൽ 98 ബറക്കത്തും കൃഷിയിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 98 ബറക്കത്ത് കൃഷിയിലാണ്. ഉണ്ടോ? കാന ആദമു ഹാരിസ, കാന ആദമു ഹാരിസ. ആദം കർഷകനായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇബ്രാഹിം നബി കർഷകനായിരുന്നുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കർഷകനെ ഈ മണ്ണിനെ അറിയും. ഒരിത്തിരി മണ്ണെടുത്തിട്ട് അവന്റെ വായിൽ വെച്ചാൽ അതിന്റെ രാസഘടന മുഴുവനും പറയും. കർഷകരായിരുന്നു കർഷകർ തന്നാമിക്കതും അൻസാറുകൾ. മുഹാജിറും അതുപോലെ കൃഷിയാ തൊഴിലുകൾ. എല്ലാവരും കൃഷിയായിരുന്നു. കൃഷി വേണം, നട്ടുപിടിപ്പിക്കൽ വേണം. വെട്ടിക്കളയുന്ന മരത്തിന്റെ ഇരട്ടി നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കണം. ഒരു പ്രവാചക ദൗത്യത്തിന്റെ 200 കൊല്ലം ഒരു മരം സംരക്ഷിക്കാൻ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം. സൂറത്ത് ഹൂദിന്റെ ആയത്തുകൾ. 950 പരം വയസ്സ് ആയുസ്സിൽ 100 വർഷം ഒരു മകനെ വളർത്തുന്ന പോലെ തേക്ക് വളർത്തി എന്നാ ഖുർആൻ പറഞ്ഞത്. സൂറത്ത് ഹൂദ്. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട് 100 വർഷ ഒരു തേക്കിന്റെ വളർച്ച പൂർണ്ണമാവാം. ലോകത്തെ ഏറ്റവും കൂടുതൽ മരം മുറിച്ച് മാറ്റിയിടുന്ന ഒരു രാജ്യം ബ്രസീലാണ്. ഇന്നവർ ഖേദിച്ചുകൊണ്ടിരിക്കുക. മരം ഇൻഷാ അല്ലാഹ് പിന്നൊരു സമയത്ത് സംസാരിക്കാം. ഒരുപാട് കടന്നു പോകും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ചൂട് ഇങ്ങനെ വരുന്നത്? മരം പോയത് കൊണ്ട്. നമ്മുടെ ആഹാര ക്രമീകരണങ്ങൾ, വിലക്കയറ്റം. എന്തിനാ ആരെ കുറ്റം പറയണം? നമ്മുടെ നാട്ടിൽ കൃഷിയില്ല, മണ്ണിനെ സംരക്ഷിക്കും. മണ്ണിര എവിടെയുണ്ടോ? വംശനാശ ഭീഷണി എന്നൊക്കെ പറയുമ്പോ കടുവയൊക്കെ പറയാറുണ്ട് എല്ലാവരും. അതൊക്കെ അവിടെ കിട്ടെ. മണ്ണിര എവിടെയുണ്ടോ? വലിയ പ്രയാസം കാണില്ല. മണ്ണിനെ സംരക്ഷിക്കണം. മൻ കാനത് ലഹു അർദ്, സ്വന്തം ഭൂമിയുണ്ടെങ്കിൽ ഫൽനസ്റഇഹാ, കൃഷി ചെയ്യണം. ഔ ലിയംനഹ്ഹാ, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കണം.
സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ഭൂമിയുടെ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മരം മുറിച്ച് മാറ്റുമ്പോൾ പിന്നെ ചൂട് കൂടുന്നതോടുകൂടെ തന്നെ ഭൂമിയിലെ സ്റ്റോറേജ് സ്പേസ് നഷ്ടപ്പെടാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി. മനുഷ്യ, നീ ചിന്തിച്ചോ, എവിടെയാ നിന്റെ ഭക്ഷണം എന്ന് നീ ചിന്തിച്ചൊന്ന് നോക്കിയേ. എവിടെ കിട്ടത്? വെള്ളപ്പൊക്കം വന്നു, ഗോഡൌണുകൾ അടച്ചു, പലർക്കടയിൽ ഇപ്പൊ ഉള്ളത് കൊടുത്താൽ തീരും, അതങ്ങോട്ട് തീർന്നു. ഒരു സഞ്ചാര മാർഗം ഉണ്ടായില്ല. എന്ത് ചെയ്യും? ആലോചിച്ചിട്ടുണ്ടോ? ആലോചിക്കാനാ പറഞ്ഞത്. ആലോചിക്കണേ, എവിടെന്നാ നിന്റെ ഭക്ഷണം? അന്നാ സ്വബബനൽ മാഅ സബ്ബാ. മുകളിൽ നിന്നും മഴ പെയ്തിറങ്ങി എന്നല്ല പറഞ്ഞത്. സബ്ബ യസുബ്ബു എന്ന് പറഞ്ഞ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഒറ്റ ഒഴിക്കലോ ചൊരിയ, അതിനെ സബ്ബ യസുബ്ബു പറയാം. അല്ലാതെ ഇങ്ങനെ ടാപ്പില് നീളമുള്ള ഒരു പൈപ്പ് കുത്തിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യലല്ല സബ്ബ. ഈ ആയത്ത് പറഞ്ഞത് ഇവിടെ നിന്ന് പോകുന്ന വെള്ളത്തിന്റെ അളവനുസരിച്ചുള്ളത് പെയ്തെന്നല്ല, അള്ളാഹുവിന്റെ ഒരു ചൊരിയൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എവിടുന്നാ? വെള്ളം അമൂല്യമാ. കുടിക്കാൻ പോലും വെള്ളം ചോദിക്കാൻ ഒരു പ്രവാചകന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ. വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽന ضرب بعصاك الحجر. വെള്ളം അത്ഭുതമാ. കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വന്നു, അത്ഭുതം കാണിച്ചു. വെള്ളം വെച്ച് വലിയൊരു മജീഷ്യന്റെ റോള്. വെള്ളം വെച്ചുകൊണ്ടുള്ള അത്ഭുതങ്ങൾ. അഫ്ദലുൽ മിയാഹി മാഉൻ ഖദ് നബാ മിൻ ബൈനി സുബാഇൻ നബിയിൽ മുത്തബഅ. 1500-ൽ പരം സ്വഹാബികൾ ഇമാം അഹ്മദിന്റെ മുസ്നദ് സ്വഹീഹ് മുസ്ലിം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയുടെ മുന്നിൽ ഒന്നുറക്കെ പറയൂ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് കുറയുന്നോടത്തും മഴ കിട്ടില്ല എന്ന് ചില പഠനങ്ങളുണ്ട്. അത് പിന്നെ പറയാം. സ്വഹാബികൾ വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടിയ സമയത്ത് വിരലിന്റെ ഇടയെന്ന് ഹബീബായ നബി തങ്ങളുടെ ഒരു വലിയ മുഅ്ജിസത്ത് വെള്ളം ഒഴുകിയ 1500ഓളം സ്വഹാബത്ത് അത് ഉപയോഗിച്ചു. അന്ന് അതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിലും ആ വെള്ളം പര്യാപ്തം. ഈ പ്രപഞ്ചം കണ്ട ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഹബീബിന്റെ വിരലുകൾക്കിടയിലെ വെള്ളം. അങ്ങനെ ഒരു വെള്ളമുണ്ടോ ഉസ്താദേ? ഇതുവരെ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ. വെളുത്ത കടലാസിൽ കറുത്ത മഷിയിൽ ഇപ്പോഴും ഹദീസിൽ ആ വെള്ളത്തെ കുറിച്ചുണ്ട്. ആ വെള്ളം ഏറ്റവും പവിത്രതയുള്ള വെള്ളം എന്ന ത്വഹാറത്തിന്റെ ബാബിൽ ഇമാം ഖൽയൂബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം അത്ഭുതമാണ്. അലൻ സ്ക്യൂപീറ്റർ ഒരു പ്രകൃതിവാദിയാണ്. അയാളിങ്ങനെ ചിന്തിച്ചു, പെട്രോൾ കത്തുന്ന പോലെ കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ ഒന്നും വിറക് കത്തുന്ന പോലെ കത്തേണ്ട ഹൈഡ്രജൻ രണ്ടും H2O സംഗമിച്ചാൽ ശരിക്കും ഇവിടെ ഒരു കത്തൽ, ഒരു ആളിക്കത്തലല്ലേ ഉണ്ടാവാ? അങ്ങനെ ഒരു ആളിക്കത്തൽ ഉണ്ടാവൂലേ? അള്ളാഹു ഈ ഓക്സിജനെയും ഹൈഡ്രജനെയും സമന്വയിപ്പിച്ച നേരത്ത് അതിന്റെ ഇടയിൽ അള്ളാഹ് വെച്ചൊരു കെമിസ്ട്രി ഉണ്ട്. അലൻ സ്ക്യൂപീറ്റർ ചിന്തിച്ചു, അയാളൊരു വിശ്വാസിയായി, അയാൾ കലിമ ചൊല്ലി, അയാളൊരു വിശ്വാസിയായി മാറി. ആളിക്കത്തുന്നോടത്ത് ആളിക്കത്തിയ തീ അണയ്ക്കാൻ ആളിക്കത്തേണ്ടതായിരുന്ന H2O ഒരു ആശ്വാസമായതിൽ ഒരു ഇലാഹി സ്പർശം. അയാള് വിശ്വാസത്തിന്റെ ശാസ്ത്രത്തിലേക്ക് കടന്നു വന്നു. ആലോചിച്ചു നോക്കണം. വെള്ളം അത്ഭുതമാണ്. വെള്ളം അത്ഭുതമാണ്. അള്ളാഹു വെള്ളത്തെ ഭൂമിയിലേക്ക് ചൊരിഞ്ഞു എന്ന് ഖുർആൻ. അന്നാ സബബനൽ മാഅ സബ്ബാ.
അതായത് ഇവിടുന്ന് ഇങ്ങനെ നീരാവിയായി അങ്ങോട്ട് ഉയർന്നു പോയതിന്റെ അളവല്ല ഇങ്ങോട്ട് വന്നത്, അളവില്ലാത്തൊരു വരവ ഇങ്ങോട്ട് വന്നത്. അത് അനുഗ്രഹ. അള്ളാഹിന്റെ അനുഗ്രഹത്തിന് അളവില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് അളവില്ല. അനുഗ്രഹത്തിന് അളവില്ലാത്തത് കൊണ്ടാണ് സ്വബന വന്നത്. ഇനി കേട്ടോളൂ, അങ്ങനെ വന്ന വെള്ളം എന്ത് ചെയ്തു? ഈ ഭൂമിയെ നാം പിളർത്തി. ഭൂമിയെ പിളർത്തി. അതുകൊണ്ട് മഹാന്മാരും മരം വെക്കുന്നത്, മഹാനായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു 100 തെങ്ങ് വെച്ച് കണ്ടിട്ട് മരിക്കാൻ. 100 തെങ്ങ് വെച്ച് അദ്ദേഹം അത് കണ്ട് മരിക്കുന്നതിന് മുമ്പ് ശൈഖുനാ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ സ്വഹീഹുൽ ബുഖാരി എനിക്ക് 2 വർഷം 20 ജുസ് ഓതി തന്ന മഹാൻ, അല്ലാഹു ഖബർ വെളിച്ചമാക്കട്ടെ. വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒഴിവ് സമയങ്ങൾ മുഴുവനും ഒരു ചുട്ടിത്തോർത്തും മുൻവശം കൂർപ്പിച്ച് കെട്ടിവെച്ച ഒരു പാളയും തലയിൽ ചുമന്ന് ആ സാധാരണക്കാരനേക്കാളും സാധാരണക്കാരനായ മഹാപണ്ഡിതൻ കർഷകന്റെ വേഷത്തിൽ അങ്ങനെയുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖനല്ലേ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള മരങ്ങളെ ഒന്ന് പഠിക്കാൻ ഒരു ഹൈവേയുടെ സൈഡിലേക്ക് ചെന്നാൽ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരം വെച്ച് പിടിപ്പിച്ച ഭരണാധികാരി ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ നവ്വറല്ലാഹു മർഖദ. ഉറക്കെ പറഞ്ഞു, ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഒരു അത്ഭുത ജീവിതമായിരുന്നു ഷഹീദ് മില്ലത്ത്. മരം ഒരുപാട് സ്നേഹിച്ചിരുന്നു. യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം യാത്ര പോകുമ്പോൾ അവസാനം വിളിച്ചു ചേർത്തുകൊണ്ട് പറയും, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പ്രഖ്യാപനമാണ്, യുദ്ധത്തിന് പോകുന്നവരെ ഒരു പുൽച്ചെടി പോലും നിങ്ങളുടെ വാളിന്റെ വാഴ്ത്തലയിൽ അരിഞ്ഞ് വീഴ്ത്തപ്പെടല്ലേ, ഒരു മരവും മുറിക്കപ്പെടല്ലേ സയ്യിദുനാ ഉമർ. ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് അതിരിന്റെ ചുവട്ടിൽ അതിരിൽ നമ്മൾ ഇങ്ങനെ മരം വെക്കലുണ്ട്. അതിരിൽ മരം വെക്കലുണ്ട്. എന്തിനാന്നറിയോ? അപ്പുറത്തെ റബ്ബർ തോട്ടത്തിൽ ഇത് ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വലിയ മഹാഗണി വെച്ചു കൊടുക്കും. ആരാണോ ആദ്യം വളരുന്നത് നല്ലോണം വളവും ചെയ്തു കൊടുക്കും. ആ അപ്പുറത്തെ പറമ്പിന്റെ അതിരിന്ന് ഇപ്പുറത്തേക്ക് അങ്ങനെ ഒരു അതിരിൽ മരങ്ങൾ കൊണ്ടൊരു യുദ്ധമുണ്ട്. ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഇവിടെ ഇല്ല. ഞങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇവിടെ അങ്ങനെ സംഭവമേ ഇല്ല. കണ്ട അതിരിൽ കൊണ്ടുവന്നിട്ട് വലിയ മരം നട്ടുപിടിപ്പിക്കും. അതിരിൽ മരം നടുന്നോടത്ത് ബുദ്ധിമുട്ടുകളില്ലെങ്കിൽ തടയരുതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാ അവിടെ അതിരിലല്ലേ, അതവിടെ നോട്ട് 2 മരം. അതിരിൽ മരം തടയുന്നോടത്ത് അയൽവാസിയോട് പറഞ്ഞു, നീ തടയല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ പറയട്ടെ, പരിഷ്കാരങ്ങൾ ഒരുപാട് കടന്നു വന്നു. നമുക്ക് ഒരുപാട് പരിഷ്കാരങ്ങൾ കടന്നു വന്നു. പലതും മറന്ന കൂട്ടത്തിൽ നമ്മൾ മൂല്യങ്ങളെ മാറ്റിവെച്ചു. പഴഞ്ചനെന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ദീനിൽ ചില കാര്യങ്ങൾ ആത്മീയമായി പലതിനെയും നിർണയിക്കുന്നുണ്ട്. മഴ കിട്ടാത്ത കാലത്ത് സ്വഹാബികൾ ചെയ്തതെന്താ? ഇപ്പൊ ശാസ്ത്രമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ കേട്ട് അങ്ങനെ ഇരുന്നു എന്ന് വെച്ചോ. ഇതിനപ്പുറം ഒരു ആത്മീയത ഉണ്ട്. നമ്മളെവിടെയാണ്? ഖുർആനിൽ ശാസ്ത്രം ഉണ്ടോന്ന് വെച്ചുണ്ടാവും, നിർബന്ധമൊന്നുമില്ല. ഖുർആൻ തൗഹീദാണ്. എന്നാ എന്റെ പുറകെ ശാസ്ത്രം വേണേ പോന്നോട്ടെ. കാരണം ഖുർആൻ അത്രയും ചിന്തിക്കാൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീനിലെ ഏത് കാര്യത്തിലും ശാസ്ത്രമുണ്ട്. ശാസ്ത്രം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം തന്നെ എളുപ്പം. നമുക്കങ്ങനെ ഖുർആൻ പറഞ്ഞത് ചിന്തിക്കാൻ വേണ്ടി ഇതിനെ എളുപ്പാക്കിയിരിക്കാം, ശാസ്ത്രീയമാക്കിയിരിക്കാം. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിച്ചോന്നാ പറഞ്ഞത്. ഈ പറഞ്ഞ ശാസ്ത്രീയമായ പഠനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അതിന്റെ കൂടെ തന്നെ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും പഠിച്ചു വെച്ചു. ഇതിനൊക്കെ അപ്പുറം ആത്മീയമായ ചില മൂല്യങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയാം. മഹാന്മാരായ സ്വഹാബത്ത് മണ്ണിനെ സംരക്ഷിച്ചു, കൃഷിയെ വളർത്തി, മരങ്ങൾ എമ്പാടും വെച്ചുപിടിപ്പിച്ചു. അതോടൊപ്പം തന്നെ മഴയ്ക്ക് വേണ്ടി മഴ കിട്ടാത്ത കാലത്ത് അവർ പ്രാർത്ഥന കൊണ്ട് നിരതരായിരുന്നു. സ്വഹീഹുൽ ബുഖാരി ഹദീസ് കേട്ടോളൂ. അവരെങ്ങനെയാ പ്രാർത്ഥിച്ചത്?
കേട്ടോളൂ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഇന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാന ഇദാ കുഹിതു ഇസ്തിസ്ഖാ ബിൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബി. മഴ കിട്ടാത്ത കാലത്ത് ശിർക്കിന്റെ കണ്ടകോടാലി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സദസ്സിൽ കൊണ്ടുവന്നിരുത്തും. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസ് വായിച്ചർത്ഥം പറയാണ്. തങ്ങളായ നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന തങ്ങൾ പാപ്പാനെ സദസ്സിലിരുത്തിയിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ഇറക്കും. അല്ലാഹുവോടൊന്ന് ദുആ ഇറങ്ങുന്നത് എന്താ? തങ്ങൾ ആമീൻ പറഞ്ഞാ മതി, തങ്ങൾ ദുആ ഇറക്കണ്ട. അന്ന് ദുആ ഇറങ്ങുന്നത് അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫതസ്ഖീനാ. മുമ്പ് മഴ കിട്ടാത്തപ്പോ ഞങ്ങൾ ദുആ ഇറക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയും. അങ്ങനെ നബിയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ അന്ന് മഴ തേടിയിരുന്നു. ഇന്ന് നബിയില്ല. വഫാത്തായി പോയ നബിയുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരനാ ഇന്ന് ഞങ്ങളിലുള്ളത്. അല്ലാഹുവേ, ഹബീബ് ഇന്നില്ല, അവിടുത്തെ കുടുംബത്തിലെ കാരണവരുണ്ട്. ആ തങ്ങളുപ്പാപ്പാനെ നിർത്തിയിട്ട് ഞങ്ങൾ ദുആ ഇറക്കുന്നു, മഴ വേണം, ഫസ്ഖീനാ, മഴ തരണേ അല്ലാ. എന്നിട്ട് എന്താ, മഴ കിട്ടിയോ? അന്ന് ആമീൻ പറയാൻ പോയ അനസ് റളിയല്ലാഹു അൻഹു പറയാ ഫയസ്ഖൂൻ, മഴ നനഞ്ഞിട്ടാ എല്ലാവരും പോയത്. ഇതൊരു പതിവായിരുന്നു. കാരണം ഒരു മുളാരിഇന്റെ സീഗയിലാണ് ഈ ഹദീസിന്റെ അവതരണം. സ്വഹാബികൾ അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അള്ളാന്റെ റഹ്മത്താണ് മഴ. വടക്കോട്ടൊക്കെ ചെന്ന മഴ കിട്ടാത്തൊരു കാലമെന്ന മൗലിദ് ഓതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു മുമ്പൊരു മഹലിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ മഴയ്ക്ക് വേണ്ടി മൗലിദ് നടത്തിയിട്ടുണ്ട്. അപ്പം എന്താ ഇപ്പം മൗലിദ്? അത് പുതിയൊരു എന്താ പറയാ, അതിന് പുതിയൊരു പേരുണ്ടല്ലോ, അനാചാരം. അങ്ങനെയൊന്നുമല്ല. റഹ്മത്തുൽ ലിൽ ആലമീനെ പ്രകീർത്തിക്കലാണ്, സന്തോഷിപ്പിക്കലാണ്, മദ്ഹ് ചെയ്യലാണ്. ഇതൊരു നബിസ്നേഹ, നബിസ്നേഹമുള്ളടത്ത് മഴ വരുന്ന മഴയുടെ ഒരു പ്രധാന ഘടകം. കാരണം എന്താ? മഴയ്ക്ക് വേണ്ടിയിട്ട് നൂഹ് നബിയുടെ സമൂഹത്തോട് പറഞ്ഞത് അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയ് നബിയേ എന്ന. അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്താൽ അല്ലാഹു ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തരും. സൂറത്തു നൂഹിന്റെ ആദ്യത്തെ ആയത്തുകൾ അതാ പറഞ്ഞത്. ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു. ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞത് മഴയ്ക്ക് വേണ്ടിയിട്ട്. എന്നാ ഇസ്തിഗ്ഫാർ കിട്ടുന്നത് എപ്പോഴാണ്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഹബീബിനെ ഇത്തിബാ ചെയ്യുകയും മഹബ്ബത്ത് ചെയ്യുകയും ചെയ്യുമ്പോഴാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇസ്തിഗ്ഫാർ കരസ്ഥമാക്കാൻ പറ്റാ എന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നസീബാക്കട്ടെ. അതുകൊണ്ട് മഴയെ തേടിക്കൊണ്ടുള്ള ആഗ്രഹ പ്രകടനങ്ങൾ അള്ളാഹുവോട് നടത്തുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ പരമാവധി ചൊല്ലണം. നമ്മുടെ വീട്ടിലുള്ളവരോട് ചൊല്ലാൻ പറയണം. അതോടൊപ്പം തന്നെ സ്വലാത്തുകളും ചൊല്ലണം. അള്ളാഹു നമുക്ക് നിറവേറ്റി തരുമാറാവട്ടെ. കൊടും ചൂടിൽ നമുക്ക് ആശ്വാസമായ അള്ളാഹുവിന്റെ അനുഗ്രഹം, ഉപകാരപ്രദമായ മഴകൾ കിട്ടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വീട് പണി നടക്കുന്ന സഹോദരന്മാർ പലരും ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്ക് അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ് പലരും പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഏറ്റെടുത്ത തൊഴിലെ എല്ലാ തടസ്സങ്ങളും മാറി തീർത്തു കൊടുക്കണം. ആ തൊഴിലിൽ ബറക്കത്തിന് വേണ്ടി, പരിപൂർണതയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. മരണപ്പെട്ട മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും റബ്ബേ, പ്രിയപ്പെട്ട സഹോദരന്റെ മാതാവിനും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ.
മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. اللهم اسقنا غيثا مغيثا مريئا مريعا غدقا مجللا نافعا غير ضار يا رب العالمين. അല്ലാഹുവേ, വേനലിന്റെ കൊടും ചൂടിൽ നെരിപിരി കൊള്ളുന്നോടത്ത് ആശ്വാസത്തിന്റെ ഒരു തെളിനീരായി നിന്റെ അനുഗ്രഹമായ മഴ കൊണ്ട് നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന നാടുകളിൽ പരിഹാരം നീ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഭൂമിയിലെ ബറക്കത്ത് നഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ നീ പിൻവലിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഭൂമിയിലെ ജീവിതത്തിന്റെ രസം നഷ്ടപ്പെടുന്ന കാലമാണ് റബ്ബേ. ഹലാല് കൊണ്ട് ഹറാമിനെ അവഗണിക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ദഅവാഹും ഫീഹാ സുബ്ഹാനക അല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.